ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയ ഒരു ട്യൂട്ടോറിയൽ സീരീസാണ്, സി പ്രോഗ്രാമിംഗ്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ട്യൂട്ടോറിയൽ. കാരണം അക്കാഡമിക്സിൽ ഇപ്പം ഗ്രാജുവേഷൻ ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും നമുക്ക് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി പ്രോഗ്രാമിംഗ്, അല്ലേ? അത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റിയാണ്. എന്നാലും ഒരുവിധം അടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു സി പ്രോഗ്രാമിംഗ്. ഞാൻ പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് സി പ്രോഗ്രാമിംഗ്. സോ മാത്രമല്ല, സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ആണ് മദർ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ഞാൻ എപ്പോഴും പല വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ട് കിടക്കുവാണെങ്കിൽ ചാടിക്കയറി ഒരിക്കലും കോംപ്ലക്സ് ലാംഗ്വേജസ്, ഇപ്പം ജാവ അല്ലെങ്കിൽ CPP, വിഷ്വൽ ബേസിക്, പൈത്തൺ ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രോഗ്രാമിംഗ് ആണ് സി പ്രോഗ്രാമിംഗ്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ആർക്കും വെള്ളം കണ്ണടച്ച് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി പ്രോഗ്രാമിംഗ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ചില കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ക്ലാസ്, ഒബ്ജക്ട്സ്, പോയിന്റേഴ്സ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കണസാ കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ഇതൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ ലോജിക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പ്രോഗ്രാമിങ്ങിനുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട് പറ്റും നമ്മൾ ഈ സി പ്രോഗ്രാമിംഗ് പഠിക്കുവാണല്ലോ. സോ നിങ്ങൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ പ്രോഗ്രാമിനെ കുറിച്ച് വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് പഠിക്കേണ്ടതാണ് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം സി പ്രോഗ്രാമിങ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഇപ്പം ഞാനിപ്പം എൻ്റെ സിസ്റ്റത്തിൽ സി പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ടർബോ സി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില മെമ്മറി ഇഷ്യൂസൊക്കെ കാരണം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് കാണിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട. നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ടർബോ സി ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ടർബോ സി. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ്സ് പലതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് സി പ്രോഗ്രാമിംഗ്, പിന്നെ അതിൽ വരുന്ന ബേസിക് കാര്യങ്ങൾ, അതായത് ലൈബ്രറി ഫയൽസ്, അതായത് ഹെഡർ ഫയൽസ് വരുന്നുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, എങ്ങനെ പ്രിൻറ്റിങ്ങിനോട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ഫ്രം ദ യൂസർ എങ്ങനെ ഇൻപുട്ട്സ് ആക്സെപ്റ്റ് ചെയ്യാം, അതിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ മാക്സിമം വളരെ സിമ്പിളായിട്ട് തന്നെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പെട്ടെന്നുള്ള വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മളിത് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അപ്പം നമ്മൾ അന്നന്ന് എടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾ അന്നന്ന് തന്നെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും തന്നെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളായിട്ട് നോട്ട്സ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ജസ്റ്റ് നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യുക, പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം, നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഓൾറെഡി ഇപ്പോൾ ഒരു മൂന്ന് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻട്രീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ആ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊന്നും അയച്ചു തരിക. ദെൻ മോക്ക് ഇൻ്റർവ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യട്ടെ, ഇപ്പം ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെ പ്രിവിലേജസ് ഒന്നും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ അത് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ്ലി ഐ തിങ്ക് യെസ്റ്റർഡേ ഓർ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ്, ഗുജറാത്തിൽ ഒരിടത്ത് കണ്ടായിരുന്നോ, ഒരുപാട് കാൻഡിഡേറ്റ്സ്, 1000+ കാൻഡിഡേറ്റ്സ് അങ്ങനെ ചെന്നിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി പോയിട്ട് അവിടെ ഭയങ്കര തിക്കും റഷും തിരക്കൊക്കെ ആയിട്ട് അവിടെ എന്തോ അവർ മറ്റേ ആ റെയിൽസൊക്കെ പൊട്ടി പുറത്ത് താഴെ വീണ്, ഇങ്ങനെയൊക്കെ ന്യൂസ് വന്നു. കാരണം എന്താണ്? അവർക്ക് എല്ലാവർക്കും ജോലി ആവശ്യമുള്ളവരാണ്, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോബ് കിട്ടാനായിട്ടും അന്വേഷിക്കാനായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും. ഓക്കെ, ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനുവേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, നമുക്ക് നമ്മുടെ കരിയർ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ വിചാരിക്കും, ഓക്കെ 1 മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നാ പറ്റുന്നത്? 1 മാസം, 2 മാസം, 3 മാസം കഴിഞ്ഞ് പോകും തോറും
കരിയർ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ജോബിലോട്ട് പിന്നെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, നിങ്ങൾ എന്തെടുക്കാത്ത ഇത്രയും നാൾ. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെയൊന്നും വരുത്താതെ എല്ലാവരും മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം സി പ്രോഗ്രാമിങ്ങിലെ ബേസിക് ആയിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് പ്രിൻ്റ് എഫും സ്കാൻ എഫും. ഓക്കെ, സോ പ്രിൻ്റ് എഫ് അതിൻ്റെ പേര് പോലെ തന്നെ പ്രിൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കസ്റ്റമർ യൂസർക്ക് കൊടുക്കാനായിട്ടാണ് നമ്മൾ പ്രിൻ്റ് എഫ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലേ, അതിന് പകരമുള്ള സിയിലുള്ള കാര്യമാണ് അല്ലെ മെത്തേഡാണ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്കാൻ എഫ്. സ്കാൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ചെയ്യാൻ, സ്കാൻ ചെയ്യുക, റീഡ് ചെയ്യുക, യൂസറിൽ നിന്ന് ഇൻപുട്ട് സിസ്റ്റത്തിലോട്ട് എടുക്കുക, കമ്പൈലറിന് കൊടുക്കുക, അതാണ് സ്കാൻ എഫിൻ്റെ യൂസേജ്. നമ്മൾ ഈ പ്രിൻ്റ് എഫും സ്കാൻ എഫും ഡയറക്റ്റ്ലി നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹെഡർ ഫയൽസ് നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. നമ്മുടെ ഒരു സി പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിലെപ്പോഴും സ്റ്റാർട്ടിങ് ഒരു ഹെഡർ ഫയൽ വരും. ഹെഡർ ഫയൽ എന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ #include stdio.h, #include math.h ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹെഡർ ഫയൽ? അതിൻ്റെ യൂസ് പറയാം. ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില യൂട്ടിലിറ്റി അല്ലെങ്കിൽ ചില പ്രീ ഡിഫൈൻഡ് ലൈബ്രറീസ് അല്ലെങ്കിൽ ചില മെത്തേഡ്സ് നമ്മുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഹെഡർ ഫയൽസ് നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്യണം. ഇപ്പം നമ്മുടെ ജാവ ആണെങ്കിലും മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ചില എക്സ്റ്റേണൽ ഫയൽസ് നമ്മുടെ ലൈബ്രറീസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയുള്ളൂ നമ്മുടെ ഈ സി പ്രോഗ്രാമിൽ ഹെഡർ ഫയൽസ് ആഡ് ചെയ്യുക. സോ അതിൻ്റെ സിൻടാക്സ് ആണ് ഹാഷ് എന്നുള്ള ആ ഒരു സിമ്പിൾ ഉണ്ട്, അത് കൊടുക്കുക, ഹാഷ് ഇൻക്ലൂഡ് എന്ന് കൊടുക്കുക, ദെൻ ആംഗുലർ ബ്രാക്കറ്റ് സൈസ് ലെസ് ദാൻ ഗ്രീറ്റർ സിമ്പിൾസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക ഏതാണോ വേണ്ട ഹെഡർ ഫയൽ. സോ ഹെഡർ ഫയൽസ് എൻ്റെ ചെയ്യുന്ന .h എന്നുള്ളൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ എക്സാമാണ് stdio.h. സോ stdio.h യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് ഇതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അതേസമയം ചില മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് math.h എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിട്ട് പോകുന്നില്ല, ജസ്റ്റ് stdio.h മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. പ്രിൻ്റ് എഫും സ്കാൻ എഫും നമ്മുടെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഹെഡർ ഫയൽ ആഡ് ചെയ്യും. എന്താണ്? #include stdio.h എന്നുള്ള ഹെഡർ ഫയൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് പ്രിൻ്റ് എഫിൻ്റെ യൂസ്. പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ ഇസ് യൂസ് ഫോർ ഔട്ട്പുട്ട്. ഇറ്റ് പ്രിൻറ്റ്സ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ കൺസോളിലോട്ട്. അതായത് നമുക്ക് ഔട്ട്പുട്ട് കാണുന്ന ഒരു എന്താ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് കൺസോൾ. അങ്ങോട്ടേക്ക് ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിൻ്റ് എഫ് എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷന്. അതിൻ്റെ സിൻടാക്സ് ആണ് പ്രിൻ്റ് എഫ്, ദെൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ ആ ഒരു സ്ട്രിങ് കൊടുക്കുക. ഇപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എഫ് ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് ഹലോ വേൾഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. അതേസമയം നമുക്കൊരു വാല്യൂ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു വാല്യൂ ഡബിൾ കോട്ട്സ് അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്പ് പഠിച്ചെങ്കിൽ മാത്രം മനസ്സിലാകത്തുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മുന്നേ സിമ്പിളായിട്ട് എങ്ങനെ പ്രിൻ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഓൺലൈൻ കമ്പൈലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൺലൈൻ പറഞ്ഞല്ലോ. അതിനായിട്ട് ആ കമ്പൈലർ ആ വെബ്സൈറ്റിൻ്റെ പേര് onecompiler.com എന്നാണ്. അവിടെ ഞാൻ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. സോ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഹെഡർ ഫയൽ ആഡ് ചെയ്തു. ദെൻ മെയിൻ മെത്തേഡ്. സോ മെയിൻ മെത്തേഡ് ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് വാല്യൂ ആണോ അതിനെ കാണിക്കുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ, ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ. സോ അത് റിട്ടേൺ ചെയ്യാൻ നമ്മൾ ഇൻറ്റ് എന്ന് കൊടുക്കും. സ്ട്രിങ് നമ്മൾ ജാവയൊക്കെ പഠിച്ചവർക്ക് അറിയാം, സ്ട്രിങ് ഒക്കെ അല്ലേ. ഇപ്പം നെയിം ഒക്കെ അതൊക്കെ സ്ട്രിങ് ടൈപ്പാണ്. സോ അതിന് റിട്ടേൺ ചെയ്യണം നമ്മൾ സ്ട്രിങ് എന്ന് കൊടുക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. സോ അതനുസരിച്ചാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക. ഇപ്പം അസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. സോ വളരെ സിമ്പിളായിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹിൻറ്റിന് വരുന്നത് വേറെ പലതും കൊടുക്കാം, വോയിഡൊക്കെ കൊടുക്കാം. പക്ഷേ അസ് എ ബിഗിനർ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ തുടക്കത്തിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻറ്റ് എന്ന് മാത്രം യൂസ് ചെയ്യുക, ആയിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ താഴെ റിട്ടേൺ ടൈപ്പ് കൊടുക്കാം. റിട്ടേൺ അത് പ്രോഗ്രാമിൻ്റെ എൻഡിങ്ങിലായിട്ട് കൊടുക്കുക, റിട്ടേൺ എന്ന് കൊടുക്കുക. അതൊരു കീവേഡാണ് 0. ദാറ്റ് മീൻസ് നത്തിങ് റിട്ടേൺസ്, 0 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുത്തത്.
ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, സോ ഞാൻ പ്രോഗ്രാം എന്ന് പറയാം. ഇൻറ്റ് മെയിൻ മെത്തേഡ്, ഈ മെയിൻ മെത്തേഡാണ് മെയിൻ എന്ന് കൊടുത്തിട്ട് രണ്ട് ആ ഒരു ഓപ്പൺ പാരന്തസിസ് കൊടുത്തേക്കുന്നതാണ് ഒരു മെത്തേഡിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, സോ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക, മെത്തേഡിൻ്റെ പേര് കൊടുക്കുക. ഈ മെയിൻ എന്നുള്ളത് സി പ്രോഗ്രാമിൽ വരുന്ന ഒരു കീവേഡാണ് മെയിൻ എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ കേർലി ബ്രാക്കറ്റ്സിനുള്ളിലാണ് നമുക്ക് വേണ്ട റിക്കോർഡ് ലൈൻസ് ഓഫ് കോഡ് എഴുതി കൊടുക്കുക. ഇപ്പം ആ ഒരു മെയിൻ മെത്തേഡ് നമുക്ക് എന്തൊക്കെ ലൈൻസ് ഓഫ് കോഡാണ് എഴുതി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഈ തേർഡ് ലൈൻ ആൻഡ് സിക്സ്ത് ലൈനിൻ്റെ ഉള്ളിൽ വേണം എഴുതി കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ അവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുക. സോ പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് ഡബിൾ കോട്ട്സിൽ കൊടുത്തേക്കുന്നത്. ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് അതേപടി പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ ഹലോ വേൾഡ് കൊടുത്തിട്ട് ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് കണ്ടു വന്നേക്കുന്നത് ഹലോ വേൾഡ് തന്നെയായിരുന്നു. ഇപ്പോൾ അതേസമയം ഞാൻ ഇതിൻ്റെ സ്ഥാനത്ത് വേറെ കുറച്ച് എന്താ പറയുക നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ കൊടുത്തെന്ന് വെച്ചോ, റൺ ചെയ്ത് നോക്കാം. കണ്ടോ അതേവിടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തത് അത് അതേപടി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ദെൻ താഴെ സെമിക്കോളം കൊടുക്കുക. സി പ്രോഗ്രാമിങ്ങിൽ ഓരോ ലൈൻസ് നമ്മൾ സെമിക്കോളം കൊടുക്കണം. സെമിക്കോളം കൊടുക്കേണ്ടത് ചില കാര്യങ്ങളാണ്. ഒന്ന് ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഹെഡർ ഫയൽ കൊടുത്തപ്പോൾ അതിന് സെമിക്കോളം വേണ്ട. പിന്നെ മെയിൻ മെത്തേഡ് മാത്രമല്ല ഏത് മെത്തേഡായാലും അതിൻ്റെ ആ ലൈനിൽ സെമിക്കോളിൻ്റെ ആവശ്യമില്ല. ഈ ബ്രാക്കറ്റ്സിൻ്റെ എൻഡിങ്ങിൽ സെമിക്കോളിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ലൈൻസ് ആ കോഡ് ഉണ്ടല്ലോ അവിടെ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് ലൈൻസിന് മാത്രം നമ്മൾ സെമിക്കോളം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് സി പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ ഫോർമാറ്റ്, നമുക്ക് ഇനിയിപ്പം ഒരു ഫോർമാറ്റ് ഉണ്ട് പ്രിൻ്റ് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഡി എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ABCXYZ ഇങ്ങനെയൊക്കെയുള്ളതുണ്ടല്ലോ അതൊക്കെ, അങ്ങനത്തെ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് C എന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു സ്ട്രിങ്, അതായത് ഒരു നെയിം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണ് ഒരു സ്ട്രിങ്ങിൽ വരുന്നത് അല്ലേ. ഇപ്പം ടെക്സ്കോപ്പ് അതിൽ T ഒരു ക്യാരക്ടർ, E ഒരു ക്യാരക്ടർ, C ഒരു ക്യാരക്ടർ അങ്ങനെയല്ല വരുന്നത്. അപ്പം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. സോ ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കണം. ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് വെച്ചിരുന്ന വാല്യൂസ്, ഇപ്പം 2.03 അതൊക്കെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ %F എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് കാണിച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. അടുത്താണ് സ്കാനഫ്. നമ്മൾ വേണ്ടി പറഞ്ഞതിനാ ഇറ്റ്സ് യൂസിങ് ഫോർ ഇൻപുട്ട് ഫ്രം ദ യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാനാണ് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്യുക. സോ അതിൻ്റെ സിൻടാക്സ് അത് സെയിം തന്നെയാണ്. സ്കാനഫ് ദെൻ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സ് എന്തെങ്കിലും സ്ട്രിങ്ങിന് ടൈപ്പ് കൊടുക്കുക, ദെൻ എന്താണോ ആർഗ്യുമെൻറ്റ്സ് അത് കൊടുക്കുക. അത് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം, എങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളായും തന്നെ ഈ ഒരു ലൈൻ കണ്ടോ, 4th ലൈൻ, അവിടെ നമ്മൾ 2 വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് ടെമ്പററി ആയിട്ട് ചില വാല്യൂസിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്കുള്ള റോൾ നമ്പേഴ്സ് ഉണ്ടല്ലേ, സോ അതൊരു വേരിയബിൾ എന്ന് പറയാം. പക്ഷേ റോൾ നമ്പർ എപ്പോഴും ചേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മളും അടുത്തൊരു ക്ലാസ്സിലോട് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റോൾ നമ്പർ മാറാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പം അതായത് വേരിയബിൾസ് ആണത്. അതായത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേരുകളിൽ വേരിയേഷനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ വാല്യൂസ് നമുക്ക് മാറ്റാൻ പറ്റും എപ്പോൾ വേണേലും. സോ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുത്ത് അതിനൊരു പേരിട്ട് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അവിടെ എല്ലാം വേരിയബിൾ എന്നുള്ള ആ ഒരു പേര് കേൾക്കാം. അപ്പം ആർക്കും ടെൻഷൻ വേണ്ട. എന്താണ് വേരിയബിൾ? ഒരു മെമ്മറി ലൊക്കേഷന് അതിന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. അവിടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഏത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് ടൈപ്പ് സ്റ്റോർ ചെയ്യാം, ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഇൻറ്റീജർ അതായത് നമ്പേഴ്സ് ഉണ്ടല്ലോ അത് സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിംഗ് അതായത് ഇപ്പോൾ പോയിന്റ് വരുന്ന വാല്യൂസ് അത് സ്റ്റോർ ചെയ്യാം. എന്ത് വേണം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അല്ല അതിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിപ്പം A എന്നൊരു വേരിയബിൾ കൊടുക്കാം. അതിൻ്റെ വാല്യൂ ഞാനിപ്പോൾ ആദ്യം കൊടുത്ത് A = 10 എന്ന് കൊടുത്ത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മാറ്റി A = 50 എന്ന് കൊടുക്കാൻ പറ്റും. നോ ഇഷ്യൂസ്. നമുക്ക് അങ്ങനെ എന്തുവേണമെങ്കിലും മാറ്റി കൊടുക്കാം. അതാണ് വേരിയബിളിൻ്റെ യൂസ്. അപ്പം ഞാനിവിടെ 2 വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഒരു വേരിയബിളിനെ യൂസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഡയറക്റ്റ്ലി തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് എന്ത് ടൈപ്പ് വേരിയബിൾ ആണെന്നത് കാണിച്ചിട്ട് ആ പേരും കൂടെ കൊടുത്ത് സെമിക്കോളം കൊടുക്കുകയാണ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ. സോ ലൈൻ കണ്ടോ, ഇൻറ്റ് ആണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂസ് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണ്. സോ എയും ബിയും അങ്ങനത്തെ 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്. അതിന് ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുകയാണ്. ഓക്കെ,
നെക്സ്റ്റ് ലൈനെ കണ്ട പ്രിന്റ് എഫ് കൊടുത്തേക്കുന്നത് അവിടെ എന്താ പ്രിന്റ് ചെയ്യുക, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ദെൻ നമ്മളൊരു ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 10 എന്ന് കൊടുക്കുമെന്ന് വെച്ചോ. സോ അതിനെ റീഡ് ചെയ്യണം അല്ലേ. സോ റീഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കാൻഎഫ് എന്നുള്ള ആ മെത്തേഡ് യൂസ് ചെയ്തത്, അതായത് ഫംഗ്ഷൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ കണ്ടോ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യത്തെ നമ്പർ ഇപ്പോൾ 10 എന്ന് എൻ്റർ ചെയ്യണം. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എ എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. അപ്പോൾ എന്ത് ടൈപ്പാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോർത്ത് ലൈൻ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, ഇൻറ്റ് എന്നാണ്, ഇൻറ്റീജർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ. സോ ഇൻറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിനെ റീഡ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റ് ആയിരിക്കും, %d. അത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. സോ %d വെച്ചിട്ട് വേണം കൊടുക്കുക. സോ %d എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക, ദെൻ കോമ കൊടുക്കുക. ദെൻ റീഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആംപർസെൻ്റ് എന്നൊരു സിമ്പിളോടെ യൂസ് ചെയ്യണം ആ വേരിയബിളിന് മുന്നേ ആയിട്ട്. കണ്ടോ ആംപർസെൻ്റ് അത് നമ്മൾ റീഡ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യേണ്ടി ഇപ്പോൾ എ എന്നുള്ള ഈ ഒരു വേരിയബിൾ ഉണ്ടല്ലോ, അത് അതിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടി പോകും. സോ ആംപർസെൻ്റ് എ എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് എൻ്റർ ഫസ്റ്റ് നമ്പറിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ ഞാനൊരു 10 എന്നൊരു വാല്യൂ കൊടുക്കുന്നു. ആ 10 എവിടെ സ്റ്റോർ ചെയ്യുക, മെമ്മറിയിൽ സ്മോൾ ലെറ്റർ എ, അവിടെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടി പോകും. അതിൻ്റെ വാല്യൂ 10 ആയിരിക്കും എയുടെ വാല്യൂ. അതാണ് ഇത്ര ലൈൻസ് ഓഫ് കോഡിൻ്റെ മീനിങ്. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുക എൻ്റർ സെക്കൻഡ് നമ്പറിന്. ദെൻ ഞാൻ അവിടെ അതിന് ഒരു 50 ഒരു വാല്യൂ കൊടുക്കുകയാണ്. അതിനെ അവിടെ സ്റ്റോർ ചെയ്യുക ബിയിൽ. അതിനാണ് വീണ്ടും സ്കാൻഎഫ് കൊടുത്ത് %b എന്ന് കൊടുത്തേക്കുന്നത്. ബിയിലായിരിക്കണം സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് ലൈനെ കണ്ടോ, പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൊടുത്ത 2 വാല്യൂസിന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. സോ ഈ എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ എയുടെ വാല്യൂ കാണിക്കണം. സോ എയുടെ വാല്യൂ കാണിക്കാനുള്ള സിൻടാക്സ് ആണ് കൊടുത്തേക്കുന്നത് എ %d. സോ എന്ത് പറ്റും, ആ % എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരണം. ദെൻ കണ്ടോ /t കൊടുത്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സ്പേസ് കൊടുക്കാനൊരു സ്പേസ് പറഞ്ഞോട്ടെ, അതിനാണ് /t കൊടുത്തേക്കുന്നത്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും, ഫുൾ കോളം കൊടുക്കുന്നു. ദെൻ സ്മോൾ ലെറ്റർ ബി സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുക. സോ അതിനായിട്ട് നമ്മൾ %d എന്നുള്ള ആ ഒരു സിൻടാക്സ് യൂസ് ചെയ്തേക്കുന്നത് ഇൻറ്റിജർ ആയതുകൊണ്ട്. ദെൻ കോമ കൊടുത്തു. ഇനി ആ കറക്റ്റ് ഓർഡറിൽ കൊടുക്കണം. ഇപ്പോൾ ആദ്യത്തെ %യുടെ വാല്യൂ എന്താണ്, എ ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. സോ എ എന്ന് കൊടുത്തു, എയുടെ വാല്യൂ എ സ്മോൾ ലെറ്റർ ആ വേരിയബിൾ നെയിം കൊടുത്തു. രണ്ടാമത്തെ %യിൽ എന്താ പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്, നമ്മുടെ സ്മോൾ ലെറ്റർ ബിയുടെ വാല്യൂ. സോ ബി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ദെൻ ലാസ്റ്റ് റിട്ടേൺ 0 കൊടുത്തു, കേളി ബ്രാക്കറ്റ് കൊടുത്ത് പ്രോഗ്രാം ക്ലോസ് ചെയ്തു. സിമ്പിൾ. ഇതൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കാവേ. സോ ഈ ഒരു ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ട് നമ്മൾ നോർമൽ കമ്പൈൽ ചെയ്യുന്ന പോലെയല്ല, ഡയറക്റ്റ് നമുക്ക് റണ്ണിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ടർബോസി ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് കമ്പൈൽ ചെയ്യണം. ഇവിടെ 2 സ്റ്റെപ്സ്, ഒന്ന് കമ്പൈലേഷൻ, രണ്ടാമത്തെ റൺ എന്ന് പറയുന്നത്. സോ ഒരിക്കലും റൺ ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എറേഴ്സ്, ഇപ്പോൾ സിൻടാക്സ് എറർ, ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക സെമിക്കോളം വിട്ടുപോയി, അല്ലെങ്കിൽ ഇപ്പം ഡിക്ലറേഷൻ ചെയ്തില്ല, ഇപ്പോൾ എയും ബിയും ഡിക്ലെയർ ഇപ്പം ഇൻഡി എ ബി എന്ന് കൊടുത്തില്ല, അത് കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ എറേഴ്സ് വരും. അപ്പം ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റത്തില്ല. കമ്പൈൽ ചെയ്ത് എത്ര എറർ ഉണ്ടോ ആ എറർ എല്ലാം ക്ലിയർ ചെയ്ത് സോൾവ് ചെയ്ത് പോയതിന് ശേഷം സേവിന് ശേഷം മാത്രമേ റൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അത് മറക്കരുത്. ദെൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡയറക്റ്റ് ആണ്. സോ ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രശ്നം ഓൺലൈൻ ആയതുകൊണ്ട്. ഓക്കെ, ഞാൻ 2 വാല്യൂ 10, 15 എൻ്റർ ചെയ്തു, റൺ കൊടുത്തു. കണ്ടോ എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇപ്പം നിങ്ങളത് നിങ്ങളുടെ കമ്പൈലർ ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ല വരുന്നത്. ഓക്കെ, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കും. ദെൻ 10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയും, എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് കാണിക്കുന്നു, അവിടെ നിങ്ങൾ 50 എന്ന് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ്ലി ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കും. എ :10 എന്ന് കാണിക്കും, ബി :50 എന്ന് കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഓൺലൈൻ കമ്പൈലർ ആയതുകൊണ്ടാണ് ഞാൻ 10, 15 കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എറർ വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ കൺഫ്യൂസ് ആവരുത്. നിങ്ങൾ റൺ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും വേണ്ട, റൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ കാണിക്കും എൻ്റർ ഫസ്റ്റ് നമ്പർ, അവിടെ ഒരു വാല്യൂ കൊടുക്കുക, 10 or 20 എന്തെങ്കിലും കൊടുക്കാം. എൻ്റർ പ്രസ് ചെയ്യുക. ദെൻ അപ്പോൾ പ്രിന്റ് ചെയ്ത് കാണിക്കും എൻ്റർ സെക്കൻഡ് നമ്പറിന്, അവിടെ മറ്റൊരു ഇൻറ്റിജർ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇൻറ്റിന് പകരം ഒരു നെയിം എ ബി എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ എറർ വരും കേട്ടോ. അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണോ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂ മാത്രമേ ഇൻപുട്ടായിട്ട് കൊടുക്കാവൂ. പിൻ്റെ ആയതുകൊണ്ട് ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ കൊടുക്കാവൂ. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് വരും A:10 സ്പേസ് B:50. ഇപ്പോൾ നിങ്ങൾ എന്താണ് വാല്യൂ കൊടുത്തത് അതായിരിക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇത്രയേ ഉള്ളൂ പ്രിന്റ്എഫിൻ്റെ സ്കാൻഎഫിൻ്റെ യൂസ്. അടുത്ത് നമുക്ക് വേരിയബിൾസ് കാണാം. വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെമ്മറി ലൊക്കേഷനാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏത് സമയത്ത് വേണം അതിൻ്റെ വാല്യൂ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. സി പ്രോഗ്രാമിങ്ങിലെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഡാറ്റ ടൈപ്പ് കൊടുക്കുക, സ്പേസ് വേരിയബിൾ നെയിം കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇൻറ്റ് A, B എന്നൊക്കെ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇൻറ്റ് എ, അല്ലെങ്കിൽ സ്ട്രിങ് നെയിം, ക്യാർ സി, ഫ്ലോട്ട് മാർക്ക്, ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളും കൊടുത്തേക്കുന്നുണ്ടല്ലോ ഇവിടെ.
അതാ നമ്മൾ കൂടുതൽ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഡാറ്റ ടൈപ്സ് എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വേണ്ട ഒരു കാര്യമാണ് ഡാറ്റ ടൈപ്പ്. അതായത് എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുക, അതിനാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് കാണാം ഇൻ സി പ്രോഗ്രാമിംഗ്. കണ്ടോ, നമുക്ക് സി പ്രോഗ്രാമിംഗ് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഡാറ്റ ടൈപ്സിനെ. ഒന്ന് പ്രൈമറി, സെക്കൻഡ് ഡിറൈവ്ഡ് ആൻഡ് തേർഡ് ഇസ് യൂസർ ഡിഫൈൻഡ്. സോ പ്രൈമറി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിൾ, വോയിഡ് ഇങ്ങനെയൊക്കെ വരുന്നതാണ് പ്രൈമറി ഡാറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അറേ വരാം, റെഫറൻസ് വരാം, പോയിന്റേഴ്സ് വരാം, പിന്നെന്താ ഫംഗ്ഷൻസ് വരാം, ഇതൊക്കെയാണ് ഡിറൈവ്ഡ് വരിക. യൂസർ ഡിഫൈൻ അകത്ത് വരുന്നത് ക്ലാസ്, സ്ട്രക്ചർ, യൂണിയൻ, ഇനം, ടൈപ്പ് ഡെഫ് ഇതൊക്കെയാണ് യൂസർ ഡിഫൈൻ അകത്ത് വരുന്നത്. നമ്മളിപ്പം ആദ്യത്തെ മൊഡ്യൂൾസിലെല്ലാം കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൈമറി ടൈപ്സ് ആയിരിക്കും. അതായത് ഇൻറ്റീജർ വെച്ചിട്ട്, ഫ്ലോട്ട് വെച്ചിട്ട്, ക്യാരക്ടർ വെച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത ഈ ഒരു സ്ക്രീനിൽ കണ്ടോ, നമുക്ക് ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്പിലും സ്റ്റോർ ചെയ്യാവുന്ന റേഞ്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻറ്റിനകത്ത് എത്ര വാല്യൂ തൊട്ട് എത്ര വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, ഫ്ലോട്ടിൽ എത്ര തൊട്ട് എത്ര ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ സൈസ് എത്രത്തോളം മെമ്മറി സൈസ് ഉണ്ട് അതിന് ഹോൾഡ് ചെയ്യാനായിട്ട്. അതുകൂടെയാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അത് കംപ്ലീറ്റ് പഠിച്ചാലും ബേസിക്, അതായത് ഇപ്പം ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിള്, ക്യാരക്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള പഠിച്ച് വെക്കുക. അതായത് മെമ്മറി സൈസും പഠിക്കുക, റേഞ്ചും പഠിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോഴത്തേക്കും മിക്കവാറും ഇത് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഇൻ സി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ജസ്റ്റ് ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്സിൻ്റെ വെയിറ്റേജ് കൂടുന്നതായിരിക്കും. അടുത്ത ടോപ്പിക്കാണ് കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഈ കീവേഡ്സിന് ഒരിക്കലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വേരിയബിളിൻ്റെ പേരായിട്ടോ ഫങ്ഷൻസിൻ്റെ പേരായിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ചില എന്താ പറയുക റിസർവേഷൻ കൊടുത്തേക്കുന്നതാണ്. അതൊരിക്കലും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓട്ടോ, ഡബിൾ, ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ പറയാം. ഇൻറ്റ് എന്നൊരു കീവേഡാണ്. കാരണം എന്താ, ഒരു ഡാറ്റ ടൈപ്പിൻ്റെ പറഞ്ഞ ഇൻറ്റ് എന്നുള്ളത് അതൊരിക്കലും എനിക്കൊരു വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇൻറ്റ് എ എന്ന് കൊടുത്തു അല്ലേ. ഇപ്പം ദാറ്റ് മീൻസ് എ എന്നുള്ളത് വേരിയബിൾ നെയിമാണ്, ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ പകരം ഇപ്പം ഞാൻ യൂസ് ചെയ്യേണ്ടി പോവുകയാണ് ഇൻറ്റ് സ്പേസ് ഇൻറ്റ് എന്ന് കൊടുക്കുക. എററാണ്. കാരണം എന്താ, ഇൻറ്റ് എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പാണ്, അതൊരു കീവേഡാണ്. സോ വി കനോട്ട് യൂസ് ഇറ്റ് ഫോർ എ വേരിയബിൾ നെയിം. അപ്പം സി പ്രോഗ്രാമിലുള്ള കുറേ കീവേഡ്സിൻ്റെ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. ലോങ്, സ്വിച്ച് കേസ്, ഈ പറഞ്ഞേക്കുന്ന ഇതൊന്നും നമുക്ക് വേരിയബിൾ നെയിംസ് ആയിട്ടോ ഫംഗ്ഷൻ നെയിംസ് ആയിട്ടോ മറ്റ് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടോ. അപ്പോൾ ഐഡൻറ്റിഫയർ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ പേര്, ഫംഗ്ഷൻ്റെ പേര്, പിന്നെന്താ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പേരുകളുണ്ടല്ലോ, നെയിംസ് ഉണ്ടല്ലോ, അതിന് പറയുന്ന കോമൺലി പറയുന്ന ഒരു ടേമാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫയർ മേ ബി വേരിയബിൾ നെയിം ഓർ ഫംഗ്ഷൻ നെയിം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഐഡൻറ്റിഫയേഴ്സിനൊന്നിനും നമുക്ക് ഈ റിസർവ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രയേ ഉള്ളൂ കീവേഡിൻ്റെ കാര്യം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് ഹെൽപ്ഫുള്ളാകുന്ന മൊഡ്യൂൾസ് ആണ് ഇന്ന് കവർ ചെയ്തത്. ബാക്കി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.